ഹായ് കൂട്ടുകാരെ, ദേ എനിക്ക് കുറച്ച് കുഞ്ഞ് മാമ്പഴം കിട്ടി കണ്ടോ. അപ്പോൾ ഇതും കൊണ്ട് ഞാനൊരു മാമ്പഴ കറി ഉണ്ടാക്കാൻ പോവാം. രണ്ട് കൂട്ടം കറി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, ഇത് മാമ്പഴ കറി ഉണ്ടാക്കാം. ഇത് മാമ്പഴക്കറി ഉണ്ടാക്കാമാണ്. അപ്പോൾ ഞാൻ പൊളിച്ച് വൃത്തിയാക്കി കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതേ മാങ്ങ ഒരു 10-15 മാങ്ങ, ബാക്കിയെടുത്ത് മാങ്ങ ഞാൻ എടുത്ത് വെച്ചേക്കോട്ടോ. അത് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാൻ പോവാം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് കാന്താരി മുളകും ഒക്കെ അങ്ങോട്ട് ചേർക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി കാന്താരി അരച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കാന്താരി മുളക് ചതച്ചതും ഒക്കെ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് വേവാൻ വയ്ക്കട്ടെ. ഇതൊരു 15 മാങ്ങ കേട്ടോ ഞാൻ എടുത്തതാണ്. ഇത് എണ്ണം ഒരു ദിവസം ഇരിക്കാനേ കൊള്ളുള്ളൂ, നാളത്തേക്ക് കൊഴുകില്ല. പക്ഷെ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ ഒരു 2-3 ദിവസത്തേക്ക് കൊള്ളാം. അപ്പോൾ കുറച്ച് മാങ്ങാനോട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പുളിശ്ശേരി ഉണ്ടാക്കാം, ഇന്ന് മാമ്പഴക്കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഒരു നന്നായിട്ട് ഇതങ്ങ് വേവട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നേരത്തെ ഇരുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ചേർത്താൽ ഇനി തേങ്ങക്ക് പിഴിഞ്ഞുകൊണ്ട് പറ്റും കേട്ടോ. ഈ മാങ്ങ കാണുമ്പോൾ തിന്നണേക്കാൾ എനിക്കിഷ്ടം ഇതിങ്ങനെ കറി വയ്ക്കണതാണ്. ഭയങ്കര ഇഷ്ടമാണ്, വളരെ ആഗ്രഹിച്ചു. ഒരു പ്രാവശ്യം കറി വെച്ചു, രണ്ടാമത് കറി വെച്ചു. കറി വെച്ച് എത്ര പേർക്ക് കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഇത് വേവിക്കട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ മാങ്ങ വെന്തു കേട്ടോ. വെന്തു. അപ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് പാലൊഴിക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും കടുകിട്ടു. പിന്നെ മാങ്ങാക്കറിക്ക് ഏറ്റവും സ്പെഷ്യൽ ഉലുവിട്ടു. ഇനി കറിവേപ്പില, ചുവന്നുള്ളി, പിന്നെ കാണാൻ ഭംഗിക്ക് ചുവന്ന മുളക്. ഇങ്ങനെ തിളച്ചു ഉപ്പുണ്ടോയെന്ന് നോക്കി. അപ്പം ഞാനിതൊന്ന് മൂപ്പിച്ചുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ ഉള്ളി മുളകും എല്ലാം അതേ മൂത്ത് ഇടാൻ പോട്ടോ. ഇടുമ്പോൾ ഒരു സൗണ്ട് നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മാങ്ങ പാല് പിഴിഞ്ഞ മാമ്പഴക്കറി കിട്ടും. 2 രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നാളെ ഞാൻ മറ്റേ വീഡിയോ ആയിട്ട് വരാം. മാമ്പഴ പുളിശ്ശേരി രണ്ടിനും 2 ടേസ്റ്റാണ്. എനിക്ക് 2 ടേസ്റ്റും ഇഷ്ടമാണ്. ഓക്കേ.